കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങാണ് ചതുശതം. 4 ചതുശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശതവും തൃക്കൂർ അരിയളവും വ്യാഴാഴ്ച കൊട്ടിയൂരിൽ നടന്നു. ആ മനോഹര കാഴ്ചകളിലേക്ക്. വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങാണ് ചതുശതം. കനത്ത മഴയിലും ആയിരങ്ങൾ ഒഴുകിയെത്തിയ തിരുവാതിര നാളിൽ ഈ വർഷത്തെ ആദ്യ ചതുശത പായസം പെരുമാൾക്ക് നിവേദിച്ചു. അരി, ശർക്കര, നെയ്യ്, തേങ്ങ, ജലം എന്നിവ പ്രത്യേക അനുപാതത്തിൽ ചേർത്തുള്ള കൂട്ടാണ് കൊട്ടിയൂർ ചതുശതം പായസ നിവേദ്യത്തിന് ഉപയോഗിക്കുന്നത്. പായസം ഭഗവാന് നിവേദിച്ച ശേഷം മണിത്തറയിലും കോവിലകം കയ്യാലയിലും വിതരണം ചെയ്തു. കരിമ്പനക്കൽ ചാത്തോത്ത് ഊരാളന്റെ തറവാട്ട് വകയായിരുന്നു ആദ്യ ചതുശത പായസ നിവേദ്യം. 100 ഇടങ്ങഴി അരി, 100 നാളികേരം, 100 കിലോ ശർക്കരയും നെയ്യും ചേർത്താണ് വലിയ വട്ടളം പായസ നിവേദ്യം തയ്യാറാക്കുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ചതുശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശതം കഴിഞ്ഞ ദിവസം ഭഗവാന് സമർപ്പിച്ചു. ഭഗവാന് സമർപ്പിക്കുന്ന വലിയ വട്ടളം പായസ നിവേദ്യമാണ് ചതുശതം എന്നറിയപ്പെടുന്നത്. തിരുവാതിര പന്തീരടിയോടെയാണ് തിടപ്പള്ളിയിൽ പായസ നിവേദ്യം ആരംഭിച്ചത്. 100 ഇടങ്ങഴി അരി, 100 നാളികേരം, 100 കിലോ ശർക്കരയും നെയ്യും ചേർത്താണ് പായസം തയ്യാറാക്കിയത്. പായസം ഭഗവാന് നിവേദിച്ച ശേഷം മണിത്തറയിലും കോവിലകം കയ്യാലയിലും വിതരണം ചെയ്തു. വൈശാഖ മഹോത്സവത്തിലെ തൃക്കൂർ അരിയളവും കഴിഞ്ഞ ദിവസം നടന്നു. കോട്ടയം സ്വരൂപത്തിലെ അമ്മ രാജയ്ക്ക് പന്തീരടി കാമ്പ്രം നമ്പൂതിരിപ്പാട് നിശ്ചിത അളവ് അരി സ്വർണ്ണത്തളികയിൽ പകർന്നു നൽകി. ശ്രീകോവിലിനുള്ളിൽ അരി സ്വീകരിച്ച് ദക്ഷിണ നൽകിയ ശേഷം അമ്മ രാജ വാളറയിലും അമ്മാറക്കൽ തറയിലും എത്തി വണങ്ങി. അളന്നു ലഭിച്ച അരി മേൽമുണ്ടിൽ കെട്ടി തലയിൽ വെച്ച് അമ്മ രാജ തിരുവഞ്ചിറ പ്രദക്ഷിണം ചെയ്ത് മടങ്ങി. രാത്രി പൂജയ്ക്ക് ശേഷം 4 തറവാട്ടിലെ സ്ത്രീകൾക്ക് മണിത്തറയിൽ അരിയും 7 ഇല്ലക്കാർക്ക് പഴവും ശർക്കരയും നൽകി. തൃക്കൂർ അരിയളവിന് മാത്രമേ തറവാട്ടുകാരായ സ്ത്രീകൾക്ക് അക്കരെ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടാകാറുള്ളൂ. രണ്ടാമത്തെ ചതുശത നിവേദ്യമായ പുണർദം ചതുശതം വെള്ളിയാഴ്ചയും ആയില്യം ചതുശതം ശനിയാഴ്ചയും നടക്കും. ജൂൺ 30-ന് മകം കലംവരവ് നടക്കുന്നതോടെ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനമുണ്ടായിരിക്കില്ല. 4ാമത്തെ ചതുശത നിവേദ്യമായി അത്തം ചതുശതം ജൂലൈ 3-ന് നടക്കും. അന്ന് തന്നെയാണ് വാളാട്ടവും കലശപൂജയും നടക്കുക. 4-ന് തൃക്കലശാട്ടോടെ 27 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് സമാപനമാകും. മഴക്കാലത്തെ ഉത്സവമെന്നും മഴയുടെ ഉത്സവമെന്നും ഒക്കെ അറിയപ്പെടുന്ന കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് ഭക്തരുടെ പ്രവാഹമാണ്. ക്ഷേത്രമില്ല ക്ഷേത്രമെന്നും ദക്ഷിണകാശി, തൃച്ചെറുമന്ന് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഇവിടേക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരക്കണക്കിന് ആളുകളാണ് നിത്യേന എത്തുന്നത്. വൈശാഖ ഭൂമി മഴയിൽ കുളിച്ച് ഉത്സവത്തിലാണ്. ആ വിശ്വാസം മഴയിൽ കുതിരാനും പ്രകൃതിയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയിൽ അലിയാനും ഭക്തരെത്തുമ്പോൾ അക്കരെ കൊട്ടിയൂർ വിശ്വാസ സാഗരമാകുന്നു. എല്ലാം പരിസ്ഥിതിക്ക് അനുയോജ്യമായിരിക്കണം എന്ന ചിന്ത കൂടി വരുന്ന ഇക്കാലത്ത് ഏറ്റവും പരിസ്ഥിതി ബന്ധം പുലർത്തുന്ന ഉത്സവവും ഇതുതന്നെയാണ്. പൂജകളും ആചാരങ്ങളും പാരമ്പര്യങ്ങളും എല്ലാം പരമ്പരാഗത രീതിയിൽ തുടരുന്നു. മറ്റ് ക്ഷേത്രങ്ങളുടേതുപോലെ തലയെടുപ്പുള്ള കെട്ടിടമോ കൊത്തുപണികളുള്ള ചുറ്റമ്പലമോ ഒന്നുമില്ല. പ്രകൃതി തന്നെയാണ് ഇവിടെ ഈശ്വര സാന്നിധ്യം. മനോഹരമായ കൊട്ടിയൂരിലെ ദൃശ്യങ്ങളിലേക്ക്. വഴി വഴി ഇതെല്ലാം കാണല്ലേ.